Good morning. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്തു കഴിഞ്ഞ ഇത് കണ്ടു സർക്യൂട്ട് സ്വിച്ചിങ്ങിൽ സർക്യൂട്ട് സ്വിച്ചിങ് നമ്മൾ പഠിച്ചു. നെക്സ്റ്റ് നമുക്ക് എന്താണ് പഠിക്കാനുള്ളത്? മെസ്സേജ് സ്വിച്ചിങ് ആണ്. എന്താണ് മെസ്സേജ് സ്വിച്ചിങ്? അപ്പോൾ ഒരു മെസ്സേജ് സ്വിച്ചിങ്ങിൽ നമ്മൾ നേരത്തെ എന്താണ് സർക്യൂട്ട് സ്വിച്ചിങ്ങിലാണെങ്കിൽ ഒരു ഡെഡിക്കേറ്റഡ് പാത്ത് ക്രിയേറ്റ് ചെയ്യണമായിരുന്നു. ഇവിടെ എന്ത് ചെയ്യേണ്ട, ഒരു ഡെഡിക്കേറ്റഡ് പാത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. In message switching, it is not necessary to establish a dedicated path between transmitter and receiver. സെൻഡറും റിസീവറും തമ്മിൽ ഒരു ഡെഡിക്കേറ്റഡ് പാത്തിൻ്റെ ആവശ്യം എന്തിലില്ല? മെസ്സേജ് സ്വിച്ചിങ്ങിലില്ല. സർക്യൂട്ട് സ്വിച്ചിങ്ങിൽ അത് ആവശ്യമായിരുന്നു. ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് മെസ്സേജ് അയക്കണമെങ്കിൽ അവിടെ നിർബന്ധമായിട്ടും ഒരു ഡെഡിക്കേറ്റഡ് പാത്ത് ആവശ്യമാണ്. അപ്പോൾ എയിൽ നിന്ന് ബിയിലേക്കാണ് നമുക്ക് മെസ്സേജ് അയക്കേണ്ട. ഫിഗറിൻ്റെ എയിൽ നിന്ന് ബിയിലേക്ക് മെസ്സേജ് ചെയ്യണം. അപ്പോൾ അത് എവിടെ നിന്ന് അയക്കുക? എ എന്ന് പറയുന്ന ട്രാൻസ്ജെൻഡറാണ്. സെൻട്രൽ നിന്നൊരു മെസ്സേജ് എന്ത് ചെയ്യുന്നു? അടുത്ത നെറ്റ്വർക്കിംഗ് ഡിവൈസസിലേക്ക് സെൻഡ് ചെയ്തു. നെറ്റ്വർക്കിംഗ് ഡിവൈസിൽ നിന്ന് അടുത്ത നെറ്റ്വർക്ക് അങ്ങനെ എന്ത് ചെയ്യുന്നു? ആ കുറേ ഡിഫറെൻറ്റ് നെറ്റ്വർക്ക് ഡിവൈസസ് വഴി റിസീവറിലേക്ക് എത്തുന്നു. അപ്പോൾ ഇൻ മെസ്സേജ് സ്വിച്ചിങ്, വെൻ source node sends a message, the destination address is appended to the message. So in message switching, there is no need to establish a dedicated path between two communication nodes. അപ്പോൾ മെസ്സേജ് സ്വിച്ചിങ്ങിൽ സെൻറ്റർ ഒരു മെസ്സേജ് സെൻഡ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ കൂടെ എന്തുണ്ടാവും? ഡെസ്റ്റിനേഷൻ അഡ്രസ്സ് നിർബന്ധമായിട്ട് അപ്പൻഡ് ചെയ്തിരിക്കണം. അപ്പോൾ അത് അപ്പൻഡ് ചെയ്തിട്ടാണ് ആ മെസ്സേജ് സെൻഡ് ചെയ്യുന്നത്. സോ എന്താണ്? ഡെസ്റ്റിനേഷൻ അഡ്രസ്സ് അവിടെ ഉണ്ടായിരിക്കും. അപ്പോൾ ഇൻ സെൻഡിങ് മെസ്സേജസ് there are many intermediate message switching nodes which are responsible for transferring the message, and messages is transmitted as a whole from source node to destination. അപ്പോൾ നമ്മൾ അയക്കുന്നതിനിടയിൽ എന്തുണ്ടാകും? കുറേ നെറ്റ്വർക്കിംഗ് ഡിവൈസ് നോഡ്സ് ഉണ്ടാവും. ആ നോഡ്സ് വഴി സ്വിച്ചിങ് നോഡ്സ് ഉണ്ടാകും. ആ സ്വിച്ചിങ് നോഡ്സ് വഴിയാണ് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പോൾ എയിൽ നിന്ന് സെൻട്രൽ നിന്ന് റിസീവറിലേക്ക് എത്തുന്നതിനിടയിൽ സ്വിച്ചിങ്ങിന് വേണ്ടിയിട്ട് കുറേ ഡിവൈസസ് ഉണ്ടാകും. ഈ ഡിവൈസസ് വഴിയാണ്. അപ്പോൾ ഈ ഡിവൈസസ് ഒക്കെ എന്താണ്? അതിനെ റെസ്പോൺസിബിൾ ഫോണാണ് ട്രാൻസ്ഫർ ചെയ്യാൻ. ആ ഒരു മെസ്സേജ് ട്രാൻസ്ഫർ ചെയ്യും. അപ്പോൾ ഒരു ഡിവൈസിൽ നിന്ന് അടുത്ത ഡിവൈസിലേക്ക് സെൻഡ് ചെയ്യും. അപ്പോൾ അവിടെയൊക്കെ എന്തുണ്ടാവും? ഡെസ്റ്റിനേഷൻ അഡ്രസ്സ് ഉള്ളതുകൊണ്ട് കറക്റ്റ് പാത്തിലേക്ക് എന്ത് ചെയ്യുന്നുള്ളൂ? ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും മെസ്സേജ് സെൻഡ് ചെയ്യുന്ന സമയത്ത് മെസ്സേജ് സ്വിച്ചിങ്ങിൽ ഡെസ്റ്റിനേഷൻ അഡ്രസ്സ് അപ്പൻഡ് ചെയ്യും. ആ ഡെസ്റ്റിനേഷൻ അഡ്രസ്സ് നോക്കിക്കൊണ്ടാണ് മെസ്സേജ് ട്രാൻസ്ഫർ ചെയ്യുന്നത് മെസ്സേജ് സ്വിച്ചിങ്ങിൽ. മനസ്സിലായില്ല? അപ്പോൾ നേരത്തെ എന്താണ്? ഒരു സെൻറ്ററും റിസീവറും തമ്മിൽ ഡെഡിക്കേറ്റഡ് പാത്ത് വേണമായിരുന്നു. ഇവിടെ എന്തിൻ്റെ ആവശ്യമില്ല? ഒരു ഡെഡിക്കേറ്റഡ് പാത്ത് ആവശ്യമില്ല. കാരണം അവിടെ എന്തുണ്ട്? ഒരു ഡെസ്റ്റിനേഷൻ അഡ്രസ്സ് എല്ലാ മെസ്സേജിൻ്റെ കൂടെയും അപ്പൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് ആ നെറ്റ്വർക്ക് ഇപ്പോൾ സെൻട്രൽ നിന്ന് റിസീവറിലേക്ക് പോകുന്നതിൻ്റെ ഇടയ്ക്ക് ആദ്യം എന്താ ഒരു മെസ്സേജ് ഉണ്ട്. ആ മെസ്സേജ് എന്ത് ചെയ്യുന്നു? ഒരു ഡിവൈസിലേക്ക് സെൻഡ് ചെയ്തു. ഇങ്ങനെ ഓരോ ഡിവൈസും എന്ത് ചെയ്യും? അടുത്തടുത്ത ഡിവൈസിലേക്ക്. അപ്പോൾ ഈച്ച് മെസ്സേജ് സ്വിച്ചിങ് നോഡ് റിസീവ്സ് ദ എൻറ്റയർ മെസ്സേജ്, സ്റ്റോർ ഇറ്റ് ഇൻ ഇറ്റ്സ് എൻറ്റയർലി ഓൺ ഡിസ്ക് ആൻഡ് ദെൻ ട്രാൻസ്മിറ്റ് ദ മെസ്സേജ് ടു നെക്സ്റ്റ് നോഡ്. അപ്പോൾ ആ മെസ്സേജ് അയക്കുന്നുണ്ടോ? ശ്രദ്ധിച്ചോ? ഓരോ സമയത്ത് ഓരോ എൻറ്റയർ മെസ്സേജ് എന്ത് ചെയ്യും? ഒരു ഡിവൈസ് റിസീവ് ചെയ്യും. എന്നിട്ടാണ് അവിടെ സ്റ്റോർ ചെയ്യും. എന്നിട്ട് അടുത്ത ഡിവൈസിലേക്ക് സെൻഡ് ചെയ്തുകൊണ്ടിരിക്കും. If the next node does not have enough resource to accommodate large size message, the message is stored and switch waits. അപ്പോൾ അടുത്തതിന് എന്തുണ്ടാ? അതിന് അത്രയും സ്പേസ് ഇല്ലെങ്കിൽ ആ മെസ്സേജിൻ്റെ വലിപ്പത്തിനനുസരിച്ച് മെസ്സേജ് അത്രയും ഉണ്ടെങ്കിൽ അത് സ്റ്റോർ ചെയ്യണം. അത് സ്റ്റോർ ചെയ്തിട്ട് അപ്പോൾ സ്റ്റോർ ചെയ്യാൻ ആ ഇനഫ് റിസോഴ്സസ് ഇല്ലെങ്കിൽ അതവിടെ വെയിറ്റ് ചെയ്യും. എന്നിട്ടാണ് ഇത്. സോ ഇറ്റ് ഈസ് നോൺ ആസ് സ്റ്റോർ ആൻഡ് ഫോർവേഡ്. അതായത് ഒരു മെസ്സേജ് വരുന്നു, അത് കംപ്ലീറ്റ് സ്റ്റോർ ചെയ്തു, എന്നിട്ട് അടുത്തതിന് എന്ത് ചെയ്യുന്നു? വെയിറ്റ് ചെയ്ത് അടുത്ത സ്വിച്ചിലേക്ക് സെൻഡ് ചെയ്തു. അപ്പോൾ അതുകൊണ്ടാണ് ഇറ്റ് ഈസ് നോൺ ആസ് സ്റ്റോർ ആൻഡ് ഫോർവേഡ് നെറ്റ്വർക്ക്. അപ്പോൾ ഈ ഒരു സ്റ്റോർ ആൻഡ് ഫോർവേഡ് മെക്കാനിസം ഉള്ളത് കൊണ്ട് തന്നെ ഇത് വളരെ സ്ലോ ആണ്. അപ്പോൾ അത്രയും സൈസ് വേണ്ടേ ഡാറ്റ സ്റ്റോർ ചെയ്യണമെങ്കിൽ? ആ ഡാറ്റ സ്റ്റോർ ചെയ്ത് അത്രയും സൈസിൽ ഡാറ്റ സ്റ്റോർ ചെയ്തിട്ട് അടുത്ത സ്വിച്ചിലേക്ക് സെൻഡ് ചെയ്ത് ഇങ്ങനെ സെൻഡ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് വളരെ സ്ലോ ആണ്. ബിക്കോസ് ഓഫ് സ്റ്റോർ ആൻഡ് ഫോർവേഡ് ടെക്നിക്ക്. എന്താണ് സ്റ്റോർ ആൻഡ് ഫോർവേഡ് എന്ന് മനസ്സിലായല്ലോ? അപ്പോൾ സ്റ്റോർ ആൻഡ് ഫോർവേഡ് ഉള്ളത് കൊണ്ട് തന്നെ ഇത് വളരെ സ്ലോ ആണ് മെസ്സേജ് സ്വിച്ചിങ് എന്ന് പറയുന്ന ടെക്നിക്ക്. ക്ലിയർ? മെസ്സേജ് സ്വിച്ചിങ് ഈസ് നോട്ട് റെക്കമെൻഡഡ് ഫോർ റിയൽ ടൈം ആപ്ലിക്കേഷൻ ലൈക്ക് വോയിസ് ആൻഡ് വീഡിയോ. അപ്പോൾ ഈ മെസ്സേജ് സ്വിച്ചിങ് അതുകൊണ്ട് തന്നെ എന്തിനു ഉപയോഗിക്കുന്നില്ല? റിയൽ ടൈം ആപ്ലിക്കേഷൻസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നില്ല. റിയൽ ടൈം ആപ്ലിക്കേഷൻസിന് യൂസ് ചെയ്യുന്നില്ല. അത് മാത്രമല്ല, റിയൽ ടൈമിൽ മാത്രമല്ല, ഇപ്പോൾ കറണ്ട് യൂസ് ചെയ്യാത്തൊരു ടെക്നിക്ക് കൂടിയാണ് മെസ്സേജ് സ്വിച്ചിങ് എന്ന് പറയുന്നത്. ഇതധികം യൂസ് ചെയ്യുന്നില്ല. സർക്യൂട്ട് സ്വിച്ചിങ്ങും പാക്കറ്റ് സ്വിച്ചിങ്ങും തന്നെയാണ് വളരെ കൂടുതലായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒന്ന് ഫിഗർ നോക്കാം. അപ്പോൾ ഇവിടെ കണ്ടോ? സെൻട്രലും റിസീവറും തമ്മിൽ രണ്ട് ഫിഗറുണ്ട്. രണ്ടും ഒന്ന് തന്നെയാണ്. മെസ്സേജ് M1 എന്ന് പറയുന്ന മെസ്സേജ് എന്ത് ചെയ്യുന്നു? അടുത്ത സെൻഡ് ചെയ്തു. M1ന് രണ്ട് റൂട്ട്. ഏത് റൂട്ട്? ഇപ്പോൾ എന്താണ് M1 എന്ന് പറയുന്ന മെസ്സേജ് നമുക്ക് എന്താണ് ഇതിലേക്ക് അയക്കണമെങ്കിൽ ഏതെങ്കിലും ഒരു പാത്ത് വഴിയാണ് ഡാറ്റ സെൻഡ് ചെയ്യും. ഓക്കെ. മെസ്സേജ് സ്വിച്ചിങ്. മെസ്സേജിൻ്റെ അഡ്വാൻറ്റേജ് ഒക്കെയാണ് നോക്കാം. ചാനൽ എഫിഷ്യൻസി ക്യാൻ ബി ഗ്രേറ്റർ കമ്പയർഡ് ടു സർക്യൂട്ട് സ്വിച്ച്ഡ് സിസ്റ്റംസ് ബിക്കോസ് മോർ ഡിവൈസസ് ആർ ഷെയറിംഗ് ദ ചാനൽ. ഇവിടെ ചാനൽ എഫിഷ്യൻസി കൂടുതലായിരിക്കും. കാരണം എന്താ?
ഒരേ ചാനൽ തന്നെ ഡിഫറെൻറ്റ് മെസ്സേജസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം, ഡിഫറെൻറ്റ് സെൻറ്റേഴ്സിലേക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. ഓക്കെ, അതുകൊണ്ട് ചാനൽ എഫിഷ്യൻസി കൂടുതലായിരിക്കും. ട്രാഫിക് കൺജൻഷൻ ക്യാൻ ബി റെഡ്യൂസ്. ട്രാഫിക് കൺജൻഷൻ, അപ്പോൾ ട്രാഫിക് നോക്കിക്കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഡിഫറെൻറ്റ് പാത്തുകൾ കണ്ടുപിടിക്കുന്നത്. ആ പാത്തിനനുസരിച്ച് എന്ത് ചെയ്യും, ഓരോ പാത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കും. അത് ഇവിടെ കുറവായിരിക്കും. ആൻഡ് മൂന്നാമത്തതാണ് മെസ്സേജ് പ്രയോറിറ്റീസ് ക്യാൻ ബി എസ്റ്റാബ്ലിഷ് ഡ്യൂ ടു സ്റ്റോർ ആൻഡ് ഫോർവേഡ് ടെക്നിക്. സ്റ്റോർ ആൻഡ് ഫോർവേഡ് ടെക്നിക്കുകൾ മെസ്സേജ് പ്രയോറിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റും. അതായത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തന്നെ എന്ത് ചെയ്യാൻ പറ്റും, മുമ്പ് പെട്ടെന്ന് തന്നെ സെൻഡ് ചെയ്യാനും പറ്റും മെസ്സേജ് സ്വിച്ചിങ്ങിൽ. ദീസ് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് മെസ്സേജ് സ്വിച്ചിങ്. ഓക്കെ, ഇപ്പോൾ ചാനൽ എഫിഷ്യൻസി കറക്റ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റും, ട്രാഫിക് കൺജൻഷൻ കുറവായിരിക്കും, പിന്നെ എന്താണ്, മെസ്സേജ് പ്രയോറിറ്റീസ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റും മെസ്സേജ് സ്വിച്ചിങ്ങിൽ. ക്ലിയർ അല്ലേ? അപ്പോൾ മെസ്സേജ് സ്വിച്ചിങ് വളരെ സിമ്പിളാണ്, വളരെ കുറവാണ് യൂസ് ചെയ്യുന്നത് തന്നെ, വളരെ കുറച്ച് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. എപ്പോഴും എന്തിനാണ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്, സർക്യൂട്ട് സ്വിച്ചിങ്ങും പാക്കറ്റ് സ്വിച്ചിങ്ങുമാണ്. അപ്പോൾ ഇതിൻ്റെ അഡ്വാൻറ്റേജസ് ആണ് ഇതൊക്കെ. അപ്പോൾ ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്തൊക്കെയായിരിക്കും ഒന്ന് ആലോചിച്ച് നോക്കുക. ഡിസഡ്വാൻറ്റേജ്: മെസ്സേജ് സ്വിച്ചിങ് ഈസ് നോട്ട് കമ്പാറ്റബിൾ വിത്ത് ഇൻട്രാക്റ്റ് ആപ്ലിക്കേഷൻസ്. ഇൻട്രാക്റ്റീവ് ആപ്ലിക്കേഷൻസിന് എന്തെല്ലാം കോമ്പാറ്റബിൾ അല്ല. പിന്നെന്താണ്, സ്റ്റോർ ആൻഡ് ഫോർവേഡ് ഡിവൈസസ് ആർ എക്സ്പെൻസീവ് ബിക്കോസ് ദേ മസ്റ്റ് ഹാവ് ലാർജ് ഡിസ്ക് ടു ഹോൾഡ്. വളരെ എക്സ്പെൻസീവ് ആണ് സ്റ്റോർ ആൻഡ് ഫോർവേഡ് ടെക്നിക്സിന് വേണ്ടിയിട്ട്. അപ്പോൾ അത്രയും സൈസ് വേണം, മെമ്മറി സൈസ് കൂടുതലായിരിക്കണം ഓരോ ഡിവൈസിന് വേണ്ടത്. അതുകൊണ്ട് തന്നെ ഇത് വളരെ എക്സ്പെൻസീവ് ആണ്. മെസ്സേജ് സ്വിച്ചിങ് ഈസ് വെരി സ്ലോ ബിക്കോസ് സ്റ്റോർ ആൻഡ് ഫോർവേഡ് ടെക്നിക്. ഇത് വളരെ സ്ലോ ആണ്, സ്റ്റോർ ആൻഡ് ഫോർവേഡ് ടെക്നിക് ഉള്ളത് കൊണ്ട് തന്നെ വളരെ സ്ലോ ആണ് മെസ്സേജ് സ്വിച്ചിങ്. മെസ്സേജ് സ്വിച്ചിങ് ഈസ് നോട്ട് റെക്കമെൻഡഡ് ഫോർ റിയൽ ടൈം ആപ്ലിക്കേഷൻസ്. റിയൽ ടൈം ആപ്ലിക്കേഷൻസിന് ഇത് യൂസ് ചെയ്യാൻ പറ്റില്ല. ഇൻട്രാക്റ്റീവ് ആപ്ലിക്കേഷൻസ് ഉപയോഗിക്കാൻ പറ്റില്ല. റിയൽ ടൈം ആപ്ലിക്കേഷൻസിന് വേണ്ടിയിട്ട് ആരെ യൂസ് ചെയ്യാൻ പറ്റില്ല, ഇയാളെ യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യില്ല, കറണ്ട് സിറ്റുവേഷനിൽ കറണ്ട് ടെക്നിക്കുകളായിട്ട് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നില്ല, മെസ്സേജ് സ്വിച്ചിങ്സിന് യൂസ് ചെയ്യുന്നേ ഇല്ല. ഓക്കെ.